2026 വർഷഫലം. പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മിഥുനത്തിൽ മുക്കാലും കാൽ ഭാഗമാണ് കർക്കിടകത്തിൽ വരുന്നത്. അപ്പോൾ ഈ മുക്കാൽ ഭാഗത്തുള്ള പുണർദ നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ് വരുന്നത്. ലഗ്നത്തിൽ തന്നെയാണ്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് 2 വ്യാഴം വരുമ്പോഴാണ്. നിധി, കോശം, ധനം, വാക്ക്. അപ്പോൾ നിധിയുണ്ട്, അതിൽ വാക്കുണ്ട്, കോശങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്, ലാഭങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വരും. വ്യാഴത്തിന് കർക്കിടക രാശി എന്ന് പറഞ്ഞ ഏറ്റവും ഉച്ചരാശിയും കൂടിയാണ്. അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ പവറുള്ള ഗ്രഹം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച്, കർമ്മത്തിലേക്ക് ശനീശ്വരൻ ഉണ്ടെങ്കിലും എന്തൊരു ജോലിയുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും എന്തിനു പോവാണെങ്കിലും ഇവർ വളരെ ശ്രദ്ധിച്ചാൽ ഈ ഒരു വർഷം നമ്മൾ വിചാരിക്കാത്ത നല്ല അനുഭവങ്ങൾ നമുക്ക് കിട്ടും. വിചാരിക്കുന്നതിൽ കൂടുതൽ തരാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ശനി 10ലാണ്, കണ്ടകനാണത്. അപ്പോൾ കണ്ടകശനിയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. കണ്ടകശനിയേക്കാൾ ഉപരി നമുക്ക് വ്യാഴത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട്. ശനി നല്ലതാണ്. അതും ആ ശനി നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിലാണ്. അപ്പം നിങ്ങൾ കർമ്മത്തിലൂടെ തന്നെ ധനം സമ്പാദിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ശോഭനമായ ഫലങ്ങൾ ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പുണർദ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗമുള്ളവർക്ക്, കാൽ ഭാഗത്തുള്ള കർക്കിടകത്തിലുള്ള നിൽക്കുന്നവർക്കാണെങ്കിൽ ലഗ്നത്തിലാണ് നിൽക്കുന്നത് വ്യാഴം. അവർക്കും വലിയ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുക, വല്ല ലോണോ അല്ലെങ്കിൽ ചിട്ടികളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരാനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു വീട് വയ്ക്കാനോ സ്ഥലം എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നല്ലതാണ്. കുട്ടികളാണെങ്കിലും വിദേശത്തേക്കൊക്കെ പോകാൻ അത്ര നാൾ തടസ്സം നിന്നത് പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ വന്ന് നിങ്ങൾക്ക് നല്ലൊരു, അവിടെ പോയാലും നല്ലൊരു ജോലിയൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ മിഥുനത്തിലുള്ളവർ ഏറ്റവും നന്നായിട്ട് കിട്ടും. അതേപോലെ തന്നെ കർക്കിടകത്തിൻ്റെ കാൽഭാഗമുള്ളവർക്കും വലിയ പ്രതിസന്ധിയൊന്നുമില്ല. ലഗ്നത്തിൽ തന്നെ വ്യാഴം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ അവിടെ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടകത്തിൽ പുണർദ നക്ഷത്രമുള്ളവർക്ക് വാക്കുകളെ വളരെ സൂക്ഷിക്കണം. അവിടെ നിധികോശം എന്നുള്ള ആ വാക്ക് നന്നായി നോക്കണം. എന്താ വെച്ചാൽ 2ാം ഭാവത്തിൽ കേതു ചിങ്ങത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചിങ്ങത്തിൻ്റെ അധിപതിയാണ് സൂര്യനെ. അപ്പോൾ ദേഷ്യം ഒക്കെ കൂടും അവർക്ക്. അപ്പോൾ അത് ഒന്ന് സൂക്ഷിക്കുക. അതുകൊണ്ട് ഈ പുണർദ നക്ഷത്രക്കാർ 2 രാശിയിലും പെടുന്നവരെ ഞാൻ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ 2 പേരും 2 രാശിയിൽ പെടുന്ന പുണർദ നക്ഷത്രക്കാരും ശിവക്ഷേത്രത്തിൽ പോവാം, ഹനുമാൻ ചാലീസ ചൊല്ലുക. പിന്നെ അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. പിന്നെ വിവാഹം ഒക്കെ തടസ്സങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ശാന്തസ്വരൂപിണിയായ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് വെളുത്ത പൂക്കൾ കൊണ്ട് തിങ്കളാഴ്ച ദിവസം അർച്ചന ചെയ്യുക. തിങ്കളാഴ്ച ദിവസം സ്വയംവര അർച്ചന ചെയ്യുക. അപ്പോൾ ആ തടസ്സങ്ങൾ മാറുന്ന ഒരു ഘട്ടം കൂടിയാണ് നമുക്ക്. അപ്പോൾ അതൊക്കെ ചെയ്താൽ ഈ നല്ല ഒരു വർഷമാണ് 2026 നമുക്ക് തരുന്നത്.